അവിടെ പോലീസ് ഡ്രോൺ വെച്ച് കുറുവാ സംഘത്തെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഡ്രോൺ പരത്തി നിരീക്ഷിക്കുമ്പോൾ കിട്ടിയത് ഒരു ഡാൻസിങ് സംഘത്തെയാണ്. ഞാൻ ഇന്നലെ ഇവരുടെയൊക്കെ കൂടെയാണ് നമ്മൾ തകർത്തുവാരി ഡാൻസ് ചെയ്തത് കേട്ടോ. പക്ഷെ ഡാൻസ് ചെയ്തതിന്റെ ചരിത്രം പറയാനല്ല ഞങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ സരിൻ സജീവമായിരുന്നു. ഓരോ മിനിറ്റിലും അപ്ഡേഷൻ, മിനിറ്റ് ബൈ മിനിറ്റ്. സരിൻ എവിടെ പോയാലും തൊട്ടുപുറകെ തന്നെ അപ്ഡേഷൻ വരും. സമഗ്രമായിരുന്നു അവരുടെ ഒരു സോഷ്യൽ മീഡിയ കവറേജ്. ഈ സംഘമാണ് അതിന് പുറകിൽ പ്രവർത്തി. എല്ലാവരും വന്നിട്ടുണ്ടോ? വലിയൊരു ടീമുണ്ട്. അതിൽ 3 പേരെ ഞങ്ങൾ ഇങ്ങ് പൊക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അവരുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അവർ ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയായിരുന്നു ഇടപെട്ടത്, അവരുടെ ഒരു പ്ലാൻ, അവരുടെ സ്ട്രാറ്റജി എന്തൊക്കെയായിരുന്നു ചോദിക്കാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. എന്താണ് പേര്? ഹർഷിത. ഹർഷിത എവിടെ നിന്നാണ്? ഞാൻ കണ്ണൂര്. അഹല്യ. ഓക്കെ, നിങ്ങൾ 24 hours സജീവമായിരുന്നു. ഉറക്കമൊക്കെ ഉണ്ടായിരുന്നോ? ഇടയ്ക്കൊക്കെ ഉറങ്ങാറുണ്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി? എന്തായിരുന്നു നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിയ ഒരു രൂപരേഖ? സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ പറ്റും എന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയ ഒരു പ്ലാൻ എന്തായിരുന്നു? ആദ്യം നമ്മളിപ്പം നമ്മൾ ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സരിനെ. പക്ഷെ എന്നാലും നമ്മുടേതായ, അതായത് നമ്മുടെ ഈ LDFിലേക്ക് വന്ന് CPM-ന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അതിലൂടെ ബ്രാൻഡ് ചെയ്യാന്നുള്ളത് വേറൊരു രീതിയാണല്ലോ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പാലക്കാട്ടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തുറന്നു കാണിക്കുക. കാരണം ഇപ്പോൾ 13 വർഷമായി ഇവിടെ ഒരു MLA ആണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഇവിടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത്, ചില ആൾക്കാർ, എല്ലാവരും പറയുന്നില്ല, കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ വികസനം, ഇതാണ് എല്ലാം ആയിന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അതല്ല, അതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരുപാട് കാര്യങ്ങൾ, മറ്റൊരു ലോകമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുറന്ന് കാണിച്ചു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ പി സരിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒരു പാരലായിട്ട് പോകുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. സരിൻ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് സരിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അതിങ്ങനെ ചെയ്യൂ? കാരണം നിരവധി ടോക്ക് ഷോസ് ഒക്കെ സരിൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ. ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കുഞ്ഞു മിനിറ്റ് റീൽസ് ആക്കി സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചത്? സരിനേട്ടെന്ന് വെച്ചാൽ അല്ലല്ല, മടിയല്ല, മൂപ്പത്തി പറയുന്നുണ്ടോ? സ്വഭാവം കാണിക്കില്ല. സരിനേട്ടൻ ഈ പറഞ്ഞതുപോലെ മൂപ്പർക്ക് എല്ലാ കാര്യവും അറിയാം. അത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് എന്താണെന്നുള്ളതും അതിന്റെ വൈബ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് അറിയാം. പിന്നെ നമുക്ക് ഒരു 3-4 ടീമുണ്ട്. അപ്പോൾ ആ ടീമിന് കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഓരോ കാര്യങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങളും ഓരോരാളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായ ഇത് കൊടുക്കാൻ, ആ സമയത്ത് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ മൂപ്പർ എപ്പോഴും മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ഇവിടെ ജനങ്ങളെ പറ്റിയും ഇവിടെ എന്താ നടക്കുന്ന ധാരണയുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ ആ ഒരു എന്താ പറയുക, ആ വൈബിലും ഇപ്പൊ ആരോട് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, ഏത് തരത്തിൽ നല്ല പെരുമാറാൻ അറിയുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്കും കുറച്ച് ആളുടെ കൂടെ ഫ്രീ ആയിട്ട് എളുപ്പമായിരുന്നു. സരിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ട്രോളാനുള്ള കണ്ടന്റ് ഞാൻ തന്നെ കൊടുക്കാറുണ്ടെന്ന്. ആ രീതിയിലാണോ? അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഫങ്ഷനാണ് ആള്. അപ്പോൾ എല്ലാം ആ രീതിയിൽ തന്നെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകാനുള്ളൊരു ടൈമും സ്പേസും ഒക്കെ ഉണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള പിന്നെ നമ്മുടെ ടീമാണെങ്കിലും നല്ലൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ടീമാണ്. പ്ലസ് സരിനേട്ടനും കൂടി ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു. സരിന്റെ സോഷ്യൽ മീഡിയ പേജ് മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പേജും നിങ്ങൾ എന്തായാലും ഒന്ന് വിലയിരുത്തുമല്ലോ. അപ്പം ഏത് രീതിയിലാണ് അവരുടെ കണ്ടന്റുകളൊക്കെ പുറത്തേക്ക് വരുന്നത്? എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ് ജനങ്ങൾക്കിടയിൽ? അതൊക്കെ അവരിപ്പോഴും ഇത്രയും നാൾ ചെയ്തതുപോലെ തന്നെ അവർക്ക് പറ്റിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും കൂടി നമ്മൾ നോക്കണമല്ലോ. ഇല്ല, സോഷ്യൽ മീഡിയയിൽ മാത്രം സ്റ്റാറായി നിൽക്കുക എന്നുള്ളതല്ലല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പ്രചരണങ്ങൾക്ക് ശേഷം പിന്നെ അവരെ കാണില്ല എന്നേ ഉള്ളൂ. പാലക്കാടിന്റെ യഥാർത്ഥ ഒരു വികസനം എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കിയൊരു സ്ഥാനാർത്ഥി തന്നെയാണ് സരിന്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി എന്തുകൊണ്ട് പാലക്കാടിന് MLA വരുന്നത് ഞങ്ങൾക്ക് തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും സിംപ്ലിസിറ്റി ആയിട്ട് ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന്
അത്രത്തോളം നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പാലക്കാട് ഒരു വികസനം എന്തായിരിക്കും ഇന്നലെ നടന്ന നൈറ്റ് മാർച്ച് ശരിക്കും നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളെ തന്നെ വല്ലാതെ സരിൻ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ സാറിന്റെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനൊപ്പം ഇവരുടെയും തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ്. നടക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു, സന്തോഷം, കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളോട് സംസാരിച്ചത് സരിന്റെ സോഷ്യൽ മീഡിയയിലെ നല്ല മിടുക്കരായ ടീം അംഗങ്ങളാണ്. അവരാണ് കഴിഞ്ഞ 1 മാസമായി സോഷ്യൽ മീഡിയ നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചത്.